TV നൈറ്റ് ചാപ്റ്റർ 2 ഏപ്രിൽ 29-30 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4:30 മുതൽ. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യം. നമസ്കാരം എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അശ്വതി, നമ്മൾ ഇന്ന് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച നർമ്മ മുഹൂർത്തങ്ങൾ നമുക്ക് നൽകിയ ഒരുപാട് താരങ്ങളോടൊപ്പം, ഒരുപാട് ലെജൻസിനൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. വെൽക്കം ടു ഫ്ലവേഴ്സ് TV കോമഡി അവാർഡ്. നമുക്ക് നമ്മുടെ അമരക്കാരനെ സ്വാഗതം ചെയ്യാം. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഫ്ലവേഴ്സ് ടിവിയുടെ അമരക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ SKN എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠ സാറാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകണ്ഠ സാർ ഹിയർ ഓൺ സ്റ്റേജ്. ശ്രീകണ്ഠ സാർ, വെൽക്കം വെൽക്കം. പ്രിയമുള്ളവരെ, ഈ സായനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അമ്പിളിചേട്ടൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഈ വേദിയെ ഇപ്പോൾ ഏറ്റവും സമ്പന്നമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ശ്രീനിയേട്ടനെ കണ്ട് കുറേ കാലമായി. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ചലച്ചിത്ര ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുറേ താരങ്ങൾക്കാണ് ഇന്നിവിടെ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഫ്ലവേഴ്സ് ഫിലിം അവാർഡ്സ് ഒക്കെ ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ വേദികളിലൊക്കെ സമ്പന്നമായ സാന്നിധ്യമായി അവരൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ കോമഡി അവാർഡ്സിൽ വന്ന എല്ലാ താരങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സന്തോഷകരമായൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്ലവേഴ്സ് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് അത് കൊച്ചിയിൽ തന്നെ വെച്ച് നടത്തിയ ഏറ്റവും വലിയൊരു ലോഞ്ചിങ് സമ്മേളനത്തിൽ ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു അനുഗ്രഹത്തോടെയായിരുന്നു ഞങ്ങൾ ആ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ അത് 8ാം വാർഷികം ആഘോഷിക്കുന്നൊരു വേളയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനലായി ഫ്ലവേഴ്സ് മാറിക്കഴിഞ്ഞു. എവിടെ ചെന്നാലും ഫ്ലവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു സ്വന്തം സ്ഥാപനം പോലെയാണ് തോന്നുന്നത്. അതിന് പിന്നാലെയാണ് ഫ്ലവേഴ്സിൻ്റെ മടിത്തട്ടിൽ 24 വന്നത്. ഇപ്പോൾ ഒരു വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ 24ഉം നന്നായി ജനങ്ങളുടെ അംഗീകാരം നേടിക്കഴിഞ്ഞു. ഫ്ലവേഴ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് താരങ്ങൾ, അതിലൊരാളാണ് ഇന്നസെൻ്റ് ഏട്ടൻ. ഇന്നസെൻ്റ് ഏട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഈ കോവിഡ് കഴിഞ്ഞൊരു കാലത്ത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം, ഏറ്റവും കൂടുതൽ തവണ മണിയുടെ ഞങ്ങളുടെ മീഡിയ സിറ്റിയിൽ എത്രയോ പ്രാവശ്യം വന്നുപോയ ഒരു താരമാണ് ഇന്നസെൻ്റ് ഏട്ടൻ. ഇന്നസെൻ്റ് ഏട്ടൻ അതൊരു കുടുംബത്തിലെ അംഗം പോലെയായിരുന്നു. ഏട്ടൻ അവസാനം പലപ്പോഴും ഈ ചികിത്സയൊക്കെ കീമോതെറാപ്പിയൊക്കെ ചെന്നതിനിടയിലും വന്ന് ഷൂട്ടിംഗ് നടത്തി പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ആരോടും അദ്ദേഹം പറയാറില്ല, ഇങ്ങനെ ക്യാൻസർ രോഗത്തിന് ഞാൻ കീമോ ചെയ്തിട്ട് വരികയാണ്. അത്രയും കമ്മിറ്റ്മെൻറ്റോടെ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ പ്രേക്ഷകർ, ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി കാണാൻ പോകുന്ന പ്രേക്ഷകർ, അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് നല്ല സായന്നമാകട്ടെ. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ KLM അതിൻ്റെ ചെയർമാൻ ഷിബു തെക്കുംപുറയുടെ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ്. മാത്രമല്ല അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോട്ടർ കൂടിയാണ്. അതുപോലെ വന്ന പ്രായോജകരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷിബുജി, താങ്ക് യു. നമുക്ക് അടുത്ത ആദ്യത്തെ അവാർഡിലോട്ട് കിടക്കാം. ഞാൻ ലാൽ ജോസ് സാറിനെ ഒന്നുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ലാൽ ജോസ് സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ കുഞ്ഞു താരങ്ങളെ അവാർഡ് കൊടുത്ത് ആദരിക്കാനുള്ള സമയമാണ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡാണ് നമ്മുടെ KLM Maxima Finvest കോമഡി അവാർഡ്സിൽ. രാജേട്ടാ, നമ്മൾ അടുത്തത് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡാണ്. ദേവനന്ദ, ശ്രീപദ്, വസിഷ്. അബ്സല്യൂട്ട്ലി. ദേവനന്ദയും ശ്രീപത്തും രണ്ടുപേരും മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിനും വശിഷ്ഠ് മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രത്തിനുമാണ് ഈ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ദേവനന്ദയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ബാക്കി രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ രണ്ടുപേരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ശ്രീപദ് ആൻഡ് വശിഷ്ഠ്, പ്ലീസ് ഗ്രേസ് ദ സ്റ്റേജ്. നമ്മുടെ പീയൂഷ് സ്വാമിയും മാമന്റെ സ്വന്തം അനന്തരവനെയും രണ്ടുപേരെ ഇങ്ങോട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മാസ്റ്റർ വശിഷ്ഠിനുള്ള അവാർഡാണ്. മിന്നൽ മുരളിയിലെ പെർഫോമൻസിന് വശിഷ്ഠിനുള്ള അവാർഡ് ആൻഡ് ദ സൈറ്റേഷൻ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ശ്രീപത്തിനുള്ള അവാർഡ്. രണ്ടുപേരും മിടുക്കന്മാരാണ്. ചെറിയ കുട്ടികൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ വലിയ ആക്ടേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം മിക്കവാറും അവരിൽ നിന്നാണ് കിട്ടുക. അത് ഈ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന സ്മാർട്ട്നെസ്സും പിന്നെ അവർക്ക് പേടിയില്ലല്ലോ ആരെയും, അല്ലേ? നമുക്ക് ആരെയും പേടിയില്ലല്ലോ. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. താങ്ക് യു ലാൽ ചേട്ടാ. താങ്ക്സ് അലോട്ട്. താങ്ക് യു. താങ്ക് യു. വശിഷ്ഠേ, മിന്നൽ മുരളിയിലെ മാമന് ഉള്ള സൂപ്പർ പവർ മുഴുവൻ പറഞ്ഞു കൊടുത്ത ആളല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ടോവിനോ ആയിട്ടുള്ള ആക്ടിംഗ് എക്സ്പീരിയൻസും? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിന്നൽ മുരളിയില്. ടോവിനോ മാമയായിട്ട് മാത്രല്ല, ബേസിൽ മാമയായിട്ടും അജുമാമയായിട്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്റെ മൂന്നാമത്തെ സിനിമയാണ് മിന്നൽ മുരളിച്ചാലും. എനിക്ക് ഫസ്റ്റ് ഇത്രയും വലിയ സെറ്റൊക്കെ ആയിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി തന്നു ബേസിൽ മാമ എല്ലാവരും. പിന്നെ ഫസ്റ്റ് ദിവസമൊക്കെ ഈ രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് ഉണ്ടാവും. ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ മിന്നലടിക്കുന്ന സീൻ, ആ ക്രിസ്മസ് കരോളിന്റെ ആ സീനൊക്കെ നല്ല 6 മണി. അപ്പൊ എനിക്കങ്ങനെ ആ സമയത്തൊന്നും എണീച്ചിരുന്ന അത്ര ശീലമില്ല. ഞാൻ കടന്നുറങ്ങി. പിന്നെ ടോവിനോ മാമിയും ബേസിൽ മാമിയും എല്ലാവരും, ടോവിനോ മാമ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഞാൻ എണീപ്പിച്ചത്. ഇനി നമ്മുടെ പിയൂഷ് സ്വാമിയിലേക്ക് കിടക്കട്ടെ. അതിനു മുമ്പ് സാധനം കയ്യിലുണ്ട്. ആണോ? എന്ത് സാധനം? അല്ല, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ടാ? അല്ല, ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചില്ല, ആ വീഡിയോയിൽ ഉണ്ടായ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. ആണോ? നോക്കട്ടെ. ഇനി തുളസി പിപിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. അത്രേ ഉള്ളൂ അല്ലേ? മോനെ, കൺഗ്രാറ്റുലേഷൻസ്. ഫസ്റ്റ് തിങ്, അമേസിംഗ് ജോബ് ഓൺ ദ മൂവി കേട്ടാ. മാളികപ്പുറത്തിൽ അസലായിട്ടാണ് മോനെ അഭിനയിച്ചിരിക്കുന്നത്. അത് ഓരോ സീക്വൻസും എടുത്തു പറയണം. പിന്നെ തുളസി പിപിയെ നമുക്ക് അതിന്റെ കാര്യം എപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും തീരുമാനമായോ? എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് മിഥുൻ മാമാന്നൊക്കെ എന്താണ്? എനിക്ക് ഓഡിയൻസിനോട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയണം. കാരണം ഞാനും നമ്മുടെ മാളികപ്പുറം ടീം വിചാരിച്ചിട്ടില്ല ഒരിക്കലും മാളികപ്പുറം ഇത്രയും ഹിറ്റ് ആകുമെന്ന്. ഞാൻ പറയട്ടെ, അയ്യപ്പന്ന് ഉറച്ചു വിളിച്ച അയ്യപ്പൻ വരുമെങ്കിലോ? വരുമോ? അല്ല, ഒന്ന് വിളിച്ചു നോക്കാവുന്നതാണ്. അറിയുള്ളൂ. ഇത്തവണ വശിഷ്ഠനും കൂടി ചേർത്ത് വിളിക്കാലോ അല്ലെ? അയ്യപ്പാന്ന് വിളിക്കാലോ. 1 2 3 ഉറച്ചു വിളിക്കണേ. ഇതേതാ പുതിയൊരു സ്വാമി? ഇത് ഞാൻ എറണാകുളം വഴി ഇങ്ങോട്ട് വരുമ്പോ വഴിയിൽ സൂപ്പർമാനെയും കണ്ട് നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഇങ്ങോട്ട്. സൂപ്പർമാൻ ഇഷ്ടമുള്ള സ്വാമിയാണോ? സൂപ്പർമാനെ ഇഷ്ടമുള്ള സ്വാമിയാണോ? സ്വാമി ശരണം. സ്വാമിയെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചതാ, ഈ കുട്ടികളെയും കൊണ്ട് മുകളിലോട്ട് പോകുന്ന റിസ്ക് അല്ലായിരുന്നു സ്വാമി? കുട്ടികളെയും കൊണ്ട് പോകുന്നത് നല്ല റിസ്ക് ഉള്ള പരിപാടി തന്നെ. എന്റെ ഏറ്റവും വലിയ റിസ്ക് ഈ സ്വാമി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും. അതാണ് ഏറ്റവും വലിയ റിസ്ക്. അത് ശരി. അതെ, ആകെ നാണം കെടുത്താണല്ലോ കൊച്ചിനെ ഇരുത്തിയിട്ട്. അല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്വാമി തന്നെയാണ്. കാരണം കല്ലു ശബരിമലയ്ക്ക് പോകാൻ കാരണം പിയൂഷ് സ്വാമിയാണ്. അയ്യപ്പ സത്യം പറ, എന്താണ് എന്റെ നിന്ന് വേണ്ടത്? ഇത്രയൊന്നും പൊക്കണ്ട, ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് തന്നോളാം. പിയൂഷ് സ്വാമിയുടെ വേണ്ടെന്ന് നോക്കാൻ ഞാൻ ആവശ്യം എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളാം. നമുക്കൊന്ന് ഉണ്ണിയുടെ അതിനകത്ത് ഡയലോഗിലോട്ട് പോവാം. ഓക്കെ. ഓക്കെ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും കുറെ എണ്ണം താങ്ങി പിടിച്ച് കയറ്റാൻ നോക്കിയതല്ലേ. എന്നിട്ട് എന്തായി? സ്വാമി ആരെപ്പോ മോളിൽ കയറണമെന്ന് ആള് തീരുമാനിക്കും. ഈ 2 കുട്ടികളും മല കയറുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല, പുള്ളിക്കാരെ ആഗ്രഹിച്ചിട്ടാ. ഞാനൊരു നിമിത്തമായിരുന്നു മാത്രം. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്, രഞ്ജു വന്നു കഴിഞ്ഞാൽ രഞ്ജു കറക്റ്റ് ആയിട്ട് ഉണ്ണിയുടെ ഫുൾ ഫിഗറും ആ പറയുന്ന രീതിയിലുള്ള സൗണ്ടും രഞ്ജു ആസ് ഓൾവേസ് അമേസിംഗ്. Now the round of applause for Renju, please.
താങ്ക് യു പീയൂഷ് സ്വാമി, വശിഷ്ഠ്, രണ്ടുപേരും Congratulations. ഒരിക്കൽ അപ്പോ കൂടെ ഈ രണ്ടുപേർക്കും. രണ്ട് സാമാരെ ഞാൻ മലക്കൊണ്ട് പോകട്ടെ. രണ്ട് സ്വാമിമാരെ മലക്കല്ല താഴേക്ക് കൊണ്ടുപോകണം ഇപ്പൊ ആദ്യം. താങ്ക് യു. അടുത്ത അടുത്ത കാറ്റഗറി award, അല്ലേ? അവാർഡ്സിലേക്ക് കടക്കാണ്. ഇതൊരു സ്പെഷ്യൽ മെൻഷൻ അവാർഡാണ്. യെസ്. അപ്പൊ ഈ അവാർഡ് അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ജോണി ചേട്ടനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം ജോണി ആന്റണി ബാക്ക് ഓൺ സ്റ്റേജ്. ജോണി ചേട്ടാ, പ്ലീസ് ഇഫ് യു കുഡ് അനൗൺസ് ദി അവാർഡ്. സ്പെഷ്യൽ മെൻഷൻ അവാർഡ് പ്രിയപ്പെട്ട അജു വർഗീസ്. നമ്മുടെ അജു വർഗീസിനെ കുറിച്ച് ജോണി ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്നുണ്ട്? ഈ ഓരോ തലമുറയിലും കോമഡി കുസൃതികളുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടുകാരൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ അഭിനയം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 50 വയസ്സായപ്പോഴാണ്, 40. അപ്പം എനിക്ക് ഒരിക്കലും ഒരു യങ്സ്റ്ററുടെ കൂട്ടുകാരനൊന്നും ആകാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അജു എനിക്ക് തോന്നുന്നു ഡിഗ്രി സമയത്ത് തന്നെ കൂട്ടുകാരനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് മലർവാടി ഒരുപാട് അഭിനയ പ്രതിഭകളെ കണ്ടെത്തിയ സിനിമയാണ്, നിവിൻ പോളി അടക്കം. ആ ഗാങ്ങിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയ ആ കൃത്യമായ ഒരു ഓട്ടം എനിക്ക് തോന്നുന്നു അജു ഇന്നും തുടരുന്നുണ്ട്. ഇനി അജു കുറെ കഴിയുമ്പോൾ വളരും. എന്തായാലും അജു അച്ഛനായി തുടങ്ങുമ്പോഴേക്കും ഞാൻ വല്യപ്പൻ റോളിലേക്ക് ഞാൻ മാറും. അപ്പം ആ ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ അജു കിട്ടിയ റോളുകളെല്ലാം അജു ഭംഗിയാക്കിയിട്ടുണ്ട്. ഏത് സിനിമയിലായാലും അജു വർഗീസ് നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അജു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് തുടരട്ടെ. വെരി വെൽ സെഡ് ജോണി ചേട്ടാ. അജു എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടേ, ചേട്ടാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വർഷത്തിലെ എല്ലാ ദിവസവും ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അത് ഞാൻ നടത്തിയിട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രയും സിനിമ പാഷനായിട്ട് ആഗ്രഹിച്ച് ചെയ്ത് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അതിനാണ് ആദ്യത്തെ ഒരു വലിയ കൈഡി കൊടുക്കേണ്ടത്. ഒരു ദിവസം നടന്നിട്ടില്ല, ഒരു മാസം. ഏത് മാസം? ഏപ്രിൽ. നമസ്കാരം, എല്ലാവർക്കും വിഷു ആശംസകൾ. അവാർഡ് കിട്ടുക സന്തോഷമാണ്. ഫ്ലവേഴ്സ് TV തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. കാര്യം ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് ലോഞ്ച് ചെയ്തിട്ട് തിനിച്ചേട്ടനും ഞാനുമായിരുന്നു. ടെലികാസ്റ്റ് പോയത് ദിലീപേട്ടൻ്റെ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ അതെ ചെയ്തത് ടിനിച്ചേട്ടനും ഞാനുമായിരുന്നു. വെള്ളി മൂങ്ങയാണ് കണക്ട് ചെയ്തത്. ജോണി ചേട്ടൻ്റെ ഒരു അവാർഡ് റിസീവ് ചെയ്തപ്പം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ സന്തോഷം തരുന്നു. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ പടം, അതായത് കൾട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു എൻ്റർടൈനർ സിനിമ ചെയ്ത ഒരു സംവിധായകൻ പറയുന്നതിൻ്റെ അതർ സൈഡിലും ഞാൻ അതിൽ ഒരുപാട് സന്തോഷം കൊള്ളുന്നു. ചേട്ടനെ ഇപ്പം അങ്ങനെ കാണാൻ നമുക്ക് കിട്ടാറില്ല. ചേട്ടൻ അതിൽ ഹാപ്പി ആണെന്ന് എനിക്കറിയാം. ഇതിലൊക്കെ സുഖിച്ചു ചെയ്തല്ലോ. അതെ 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 അതെ. ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷനിൽ ദിലീപിനോട് ഒരാൾ ചോദിച്ചു, എന്താ CD മൂസ 2 ചെയ്യാത്തത്? അപ്പം ഞാൻ അടുത്തുണ്ട്, അതിന് സംവിധായകനെ കിട്ടണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറേ വർഷമായിട്ട് ദിലീപിൻ്റെ കുറേ ഡേറ്റിന് നടന്നു. ദിലീപിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നെ കിട്ടുമായിരുന്നു. അന്ന് ദിലീപ് കിട്ടിയില്ല, അതുകൊണ്ട് എന്നെ കിട്ടാതായി. ജീവിക്കാൻ വേറൊരു മാർഗമില്ലാതെ എന്ന് പറഞ്ഞ പോലെ. എന്തായാലും ദൈവാനുഗ്രഹം. ഫ്ലവേഴ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എല്ലാവർക്കും നന്ദി പറഞ്ഞെങ്കിലും മെയിൻ പറഞ്ഞില്ല. അപ്പം ഇനി ഇതുപോലുള്ള പരിപാടികൾ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. എന്തായാലും നല്ലൊരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയിൽ എനിക്കും പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു സംഭവിച്ചത്. കാര്യം ആദ്യത്തെ സിനിമയിൽ മാത്രമേ ജഗദീഷ് സാറിനോടൊപ്പം അഭിനയിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ. അത് ഇന്നും ഞങ്ങൾ വളരെ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. രണ്ട് നമ്മൾ ചെറുപ്പം മുതലേ ആരാധിച്ച് രണ്ട് വലിയ അഭിനയത്തിൻ്റെയും എല്ലാം കൊണ്ടും സിനിമയിലോട്ടുള്ള സമഗ്രമായ സംഭാവനകൾ ഒരുപാട് നൽകിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ, എൻ്റെ ഒരു പരിസരത്ത് നിൽക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നു. അതിനൊരു അവസരം ഒരുക്കിയതിന് ഫ്ലവേഴ്സ് TV, അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ശ്രീകണ്ഠൻ നായർ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഇനി അടുത്ത അവാർഡ്
ഒരു സ്പെഷ്യൽ മെൻഷൻ ആണ്. Absolutely, and to give away the special mention award, let me welcome back on stage Johnny Anthony. ജോണി ചേട്ടനെ ഒന്നുകൂടി വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യട്ടെ. ഏറ്റവും പുതുതായിട്ട് നമ്മളെ ഞെട്ടിച്ച ഒരു താരത്തിന് വേണ്ടിയിട്ടുള്ള അവാർഡാണ്. അതെ, ചിലരെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നും എവിടെയായിരുന്നു ഇതുവരെ. എന്നാലും ഒത്തിരി സന്തോഷത്തോടെ, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രിയാണ് കുടശനാട് കനകം. ഇതാണ് എവിടെ ഇരുന്നാലും കനകം പുറത്ത് എത്തുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള താരങ്ങളെ കാണുമ്പോഴാണ്. കുടശനാട് കനകം എന്ന് പറയുന്ന അനുഗ്രഹീത അഭിനേത്രിക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, മോനെ അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തില്ല ചേച്ചിക്ക് അവാർഡ് കൊടുക്കേണ്ടി വരുന്നത് ഞാനന്ന് ഓർത്തില്ല. അപ്പം അങ്ങനെ സംഭവിച്ചു. ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തേക്കണേ. ഫോട്ടോ എടുക്കണേ. എടുത്തു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായിരുന്നു. നമ്മുടെ നാട്ടിലെ കാണാവുന്ന ഒരു കഥാപാത്രം വളരെ രസമായിട്ട് ചെയ്തു. പിന്നെ ആ സംവിധായകൻ ഗംഭീരമായി അത് ചെയ്യിച്ചു. അത് രസമായിരുന്നു. ഒന്നും പറയാനില്ല. ജോയിൻ ജോയിൽ ഡബ് ചെയ്തിരുന്നു അല്ലേ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ അമ്മയ്ക്ക് വേണ്ടി. ആ, അത് ശരി. ഓക്കെ. അതെ, ആരൊക്കെയോ വന്ന് നോക്കിയിട്ട് വളരെ മാച്ചിങ് ആയിട്ട് ചെയ്തു. കൊത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഹേമന്ത് ആ അമ്മയ്ക്ക് ഡബ് ചെയ്യാൻ പറഞ്ഞു. അരുൺ സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. കുറെ ഉണ്ടായിരുന്നു ഡയലോഗ്സ്, 4 മണിക്കൂർ കൊണ്ട് തീർത്തും കൊടുത്തു. അടിപൊളി, അടിപൊളി. അതാണ് ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ്. ഡബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. ഇനിയിപ്പോ പക്ഷെ സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ, കാരണം അഭിനയത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി പക്ഷെ ആ കൊല്ലം സ്ലാങ്ങിൽ ആ ഡയലോഗ് പറഞ്ഞൊരു ചെറുക്കനാ അടി അടിച്ചതിനെ പറ്റിയിട്ടുള്ള. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? അനി നീ കേക്കണം കേട്ടോ. അയ്യോ, അടിയൊന്നും അല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്റെ ചെറുക്കൻ തെറിച്ചു വീണതങ്ങ് ഗീതയുടെ പറമ്പില്ല. അവിടുന്ന് പറക്കി എടുത്തോണ്ട് വന്നത്. ഈ ലാസ്റ്റ് സംഭവം അവിടുന്ന് പെറുക്കെടുത്തോണ്ട് ഇത് തിയേറ്ററിലെ ചിരി കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഓ, നമുക്ക് അവാർഡിലേക്ക് കടക്കാം. ജോണി ചേട്ടാ, കുടശനാട് കനകത്തിനുള്ള അവാർഡ് നൽകി ആദരിക്കുക. വളരെയധികം സന്തോഷമുണ്ട്. ചലച്ചിത്ര രംഗത്തെ താരരാജാക്കന്മാരെല്ലാം അണിനിരന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഫ്ലവേഴ്സിൻ്റെ ഒരു അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ജയ 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 ഹേ എന്ന പടത്തിൻ്റെ ഒഡീഷന് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ എന്ന് ഞാൻ മടിച്ചു. കാരണം ഒത്തിരി ഒഡീഷന് പങ്കെടുത്തതാണ്. ഒരു നല്ല കഥാപാത്രം നല്ലതെന്നല്ല, ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഏറ്റവും നല്ലത് വരാനുള്ള കാത്തിരിപ്പായിരുന്നു. അഭിനയമോഹമില്ല. കാരണം 50 വർഷക്കാലം നാടകം, 3 വയസ്സ് മുതൽ 50 വർഷക്കാലം എടുക്കാത്ത കഥാപാത്രങ്ങളില്ല. എനിക്ക് അഭിനയമോഹമേ ഇല്ല. ഒറ്റപ്പെട്ടു പോയപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം പറയട്ടെ, നമുക്ക് മോഹമുണ്ട്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മുടെ മോഹമാണ്. ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന സംവിധായകന്മാർ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ ഉപജീവന മാർഗമായ കല എന്നെ മുന്നോട്ട് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി പറയുന്നു. വാനത്തിലെ എറിയതൊരു വട്ടവിളക്കേ, അത് വണങ്ങിടമേ ഏற்றி വച്ചോ കുത്തുവിളക്ക്. ചന്ദ്രൻ നമുക്ക് ദൈവമടി, അത് കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി.
செந்தமிழில் பெண்கொடியே மஞ்சள் மணம் பூசி வரும் மகளிதன் பைங்கிலியே தெங்காசி சாந்தும் இட்டு தெருவுத்து பாட்டும் போட்டு தெங்காசி சாந்தும் இட்டு தெருவுத்து பாட்டும் போட்டு தென்மாங்கு தேனை மண்ணில் வா வா தென்மாண்டி கோல மயில் வா தென்மாங்கு தேனை முன்னில் வா வா தென்மாண்டி கோல மயில் வா சுந்தரியே சுந்தரியே செந்தமிழில் பெண்கொடியே വെള്ളിത്തിടമ്പെടുക്കും തിങ്കൾ കുറുമ്പനാന മുമ്പിൽ എഴുന്നള്ളിടും നേരം മണ്ണും മനസ്സും മെല്ലെ മഞ്ഞിൽ കുളിച്ചൊരുങ്ങി അൻപിൽ അണിഞ്ഞൊരുങ്ങും നേരം ഊരിലാ ഉത്സവമായി ഉൺമകൾ മത്സരമായി ഊരിലാ ഉത്സവമായി ഉൺമകൾ മത്സരമായി പൂക്കാവടി പാൽക്കാവടി അമ്മൻ കുടമായി പൊയ്ക്കോലം മയിലാട്ടം നാഗസ്വരമായി തെന്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെന്മാണ്ടി കോല മയിൽ വാ തെന്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെന്മാണ്ടി കോല മയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண்கொடியே തെന്നൽ പതുങ്ങി വന്ന നെഞ്ചിൽ ഉരുമി നിന്ന് കാതിൽ കഥ പറയും കാലം കണ്ണിൽ വിളക്കും വച്ച് കന്നിക്കിനാവും കണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് കളിയാടി പാടി ഇമ്പം തരുവാൻ കല്യാണ തിരുനാളിൽ കാലം വരുവാൻ തെന്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെന്മാണ്ടി കോല മയിൽ വാ തെന്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെന്മാണ്ടി കോല മയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண்கொடியே மஞ்சள் மணம் பூசி வரும் மகளிதன் பைங்கிலியே தெங்காசி சாந்தும் இட்டு தெருகுத்து பாட்டும் போட்டு தெங்காசி சாந்தும் இட்டு தெருகுத்து பாட்டும் போட்டு தென்மாங்கு தேனே முன்னில் வா வா தென்மாண்டி கோல மயில் வா தென்மாங்கு தேனே முன்னில் வா வா தென்மாண்டி கோல மயில் வா ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. ഓക്കെ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ട് ഇന്ന് അവാർഡ് കിട്ടുന്നത് ആരാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് രണ്ടുപേരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ലെറ്റ്സ് വെൽക്കം ലാൽ ജോസ് സാർ ആൻഡ് ശ്രീകണ്ഠൻ സാർ ഓൺ സ്റ്റേജ്. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വളരെ അടുപ്പമുള്ള ഒരാൾക്കാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ലാൽ ജോസ് സാർ ആ ഒരു ഓണർ. സപ്പോർട്ടിംഗ് റോൾ അത് ആരാണ് പറയല്ലേ? ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ജോണി ആന്റണി.
Lalju sir to do the honors of presenting the award to Johnny Anthony, the best supporting actor. Taylor Maxima, win Best Comedy Awards. Priyanka sir to hand over the memento and the citation. Lalju sir, Srinath sir, thanks a lot. സംവിധായകനിൽ തുടങ്ങി ഇന്ന് ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഭദ്രമായി കൈകാര്യം ചെയ്യുന്ന നടനിലേക്കുള്ള യാത്ര നമ്മളെല്ലാരും കണ്ടതാണ് ജോണി ചേട്ടന്റെ. ജോണി ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ക്രൗഡ് നല്ലൊരു കൈയടി. ജോണി ചേട്ടാ, ഈ മൊമെന്റിനെ കുറിച്ച്. ഒരു ഗ്രേറ്റ് മൂവ്മെൻറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, ഡയറക്ടറായിട്ട് ഏറെക്കുറെ 25-26 ചിത്രങ്ങളിൽ അമ്പിളിച്ചേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ട സിനിമകൾ ഇന്ന് അമ്പിളിച്ചേട്ടൻ ഈ സദസ്സിലുണ്ട്. അതുപോലെ ശ്രീനിയേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, ലാലുചേട്ടൻ, അശോകേട്ടൻ, വൈചേട്ടൻ, മല്ലിയ ചേച്ചി, മനോജേട്ടൻ, രാജേട്ടൻ വേണ്ട. പിന്നെ എനിക്ക് അവാർഡ് സൗബിൻ എനിക്ക് ഡിക്ലെയർ ചെയ്ത് തന്നതും എൻ്റെ പ്രിയ സഹോദരൻ ലാൽ ജോസ്. ലാലു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതലേ അത്യാവശ്യം എന്നെ ഒരു എൻകറേജ് ചെയ്യുകയും എടാ നിൻ്റെ പടം നന്നാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില കുഴപ്പങ്ങൾ വരുമ്പോഴും എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ലാലിൻ്റെ വാക്കുകൾ. അടുത്ത കാലത്ത് ലാലിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. എന്തായാലും വലിയൊരു മൂവ്മെൻ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സപ്പോർട്ടിങ് ആക്ടറിന് കിട്ടുന്നത്. അപ്പോൾ അതൊരു സന്തോഷം. അതാ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ലാലുചേട്ടനെ ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ലാലുചേട്ടൻ ഒന്നുകൂടി ഒന്ന് വേദിയിലോട്ട് വരുമോ? ലാലു സാറ് ആക്ച്വലി ആദ്യം അത് ഓപ്പൺ ചെയ്ത സമയത്ത് മുഖത്തൊരു ചിരി വന്നായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്കൊരു ബോണ്ട് ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇത് കൊടുക്കാനുള്ളതിൽ അത് അനൗൺസ് ചെയ്യുന്നതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ബോണ്ടിനെ കുറിച്ച് എന്താ ലാൽജോ സാറിന് പറയാനുള്ളത്? ഒരു 10-30 വർഷത്തെ ബന്ധമാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കാലത്ത് മദ്രാസിലെ ഉമാ ലോഡ്ജിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഞാൻ അസോസിയേറ്റായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോണി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ സിനിമയിൽ പരിചയപ്പെട്ട ആളുകളിൽ നമുക്കൊക്കെ സിനിമയോട് ഇഷ്ടമുണ്ട്, പാഷനൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയെ ഇത്രയും സ്നേഹിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം സിനിമയെ സ്നേഹിച്ചാൽ സിനിമ കൈവിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ജോണി. ഓരോ നടന്മാർ പെർഫോം ചെയ്യുമ്പോഴും ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് അവരെ ആരാധിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അമ്പിളിച്ചേട്ടനെയും അങ്ങനെയുള്ള ഓരോ ആക്ടേഴ്സിനെയും അത്രയും ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരാളാണ്. അവരഭിനയിക്കുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ജോണി അഭിനയിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഒരു ലാപ്പ് സിനിമ ജോണിക്ക് കൊടുത്ത് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള ആൾ ഞാനാണ്. ഇതിൽ ഈ വളർച്ചയിൽ, ഈ യാത്രയിൽ ഏറ്റവും കൈയടിക്കുന്ന ആളും ഞാൻ തന്നെയായിരിക്കും. അല്ല, ഒരു ട്രേണിംഗ് പോയിന്റ് ഉണ്ട്. കാരണം ഞാൻ ലാലിൻ്റെ കൂടെ തട്ടുംപുറത്ത് അച്യുതൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് അനൂപ് സത്യൻ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന നേരത്ത് അനൂപ് എന്നോട് പറഞ്ഞു, ജോണി ചേട്ടാ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, സുരേഷ് ഗോപി ചേട്ടനും ശോഭനയുമാണ്, അതിലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ക്യാരക്ടറുണ്ട്, അത് ചേട്ടന് ഞാൻ തരാം. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊരു ബ്രേക്കായി മാറിയ ലാലു ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാലു എന്നെ പടം കണ്ടപ്പോൾ ലാലു പറഞ്ഞു, എടാ നന്നായി പറഞ്ഞിട്ടുണ്ട്, നീ നന്നായിട്ടുണ്ട്, പക്ഷെ പടം ഓടാൻ നീ പ്രാർത്ഥിക്കണം, ദൈവാനുഗ്രഹം കൊണ്ട് പടം കൂടി. അല്ല ഞാൻ പറയായിരുന്നു ഒരു എല്ലാം. അല്ല, ആ തട്ടുംപുറത്ത് വെച്ചതിൽ ഒരു സീനിൽ ജോണി കയ്യിൽ നിന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് ജോണിയെ ഈ സിനിമയിലേക്ക് അനൂപ് സെലക്ട് ചെയ്യാൻ കാരണം. അതിലൊരു കരാട്ടെ മാസ്റ്ററാണ്. അപ്പോൾ ബോംബ് വീണ് പൊട്ടിയാൽ കരാട്ടെ കൊണ്ട് കാര്യമില്ല. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണപ്പോൾ എത്ര ബ്ലാക്ക് ബെൽറ്റുകാരാണ് മരിച്ചുപോയത് എന്ന് സ്പോട്ടിൽ പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ടാണ് അനൂപ് പറഞ്ഞ് എൻ്റെ പടത്തിലെ സൈക്കാട്രിസ്റ്റിൻ്റെ റോള്. സാധാരണ സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു തരം കാസ്റ്റിംഗ് ആണ് ഉണ്ടാവുക. അത് നേരെ ജോണിയായി മാറിയത് ആ ഒറ്റ ഡയലോഗുണ്ട്. വണ്ടർഫുൾ. ഈ ഒരു മൊമെന്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തി കഴിയുമ്പോൾ ഒരുപാട് കഥകളുണ്ടെന്നറിയാം. ഇനി ഓരോ ആൾക്കാരെ വെച്ചിട്ട് പറയാനായിട്ടുള്ള കഥകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഷോ മുഴുവൻ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വീണ്ടും ഒരു അവസരം നമ്മൾ എന്തായാലും വേദിയിൽ ഒരുക്കുന്നുണ്ടാവും. പക്ഷേ താങ്ക്സ് a lot once again and big congratulations ജോണി ചേട്ടാ. Thank you everyone. Please put your hands together. ജോണി ചേട്ടാ,
ജോണി ചേട്ടനെ തിരിച്ചു പിടിച്ചുകൂടെ നിർത്താൻ പറഞ്ഞു. കാരണം ജോണി ചേട്ടന് വേറൊരു സർപ്രൈസ് കൊടുക്കാണ്ടെന്ന് അവർ പറഞ്ഞു. ജോണി ചേട്ടന്റെ ശബ്ദം, ജോണി ചേട്ടൻ ഡബ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ജോണി ചേട്ടന് എങ്ങനെയുണ്ട്? ഡബിങ് എങ്ങനെയുണ്ട്? സാധാരണ എല്ലാവരെയും ഡയറക്റ്റ് ചെയ്യാറാണല്ലോ പതിവ്. ഡബിങ് എങ്ങനെയുണ്ട്? വളരെ രസമായിട്ടാണോ കൊണ്ടുപോകുന്നത്? ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഡബിങ് ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഇപ്പം നമ്പിളിച്ചേട്ടൻ എനിക്കൊന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റീല് പോയാലും സാർ 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 ബാക്കി വരണം സാർ, ബാക്കി വരണം സാർ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ മൂളലിന് വരെ അമ്പിളിച്ചേട്ടൻ കൊടുത്തുകൊണ്ടിരുന്ന സമയം, സ്ട്രെയിൻ. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറും പരിപാടി റോള് ചുറ്റി വരണം. എന്നാൽ പോലും എത്ര തിരക്കുള്ള സമയത്തും ആരാധന തോന്നിയിട്ടുണ്ട്. അതുപോലെ ഡബിങ്ങിൽ എനിക്ക് തോന്നുന്നുണ്ട് മമ്മൂക്ക ഒരു മാസ്റ്ററാണ്. എത്ര വേരിയേഷൻസ് അഭിനയിക്കുമല്ല, ഒന്ന് ഡബ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ തൊണ്ട കൊണ്ടൊക്കെ ഇപ്പം ശ്രീനേട്ടൻ്റെ കഥ പറയുമ്പോഴുള്ള പ്രസംഗം നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ലവരാണ് ഞാൻ പറഞ്ഞത്, എസ്പെഷ്യലി. അപ്പോൾ ജോണി ചേട്ടൻ്റെ ഡബിങ്ങിന് നമ്മൾ ഒരു ചെറിയ ട്രിബ്യൂട്ട് ഒരുക്കുക. ഇവിടെ ജോണി ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജോണി ചേട്ടൻ കണ്ടില്ലേ നമ്മുടെ കോമഡി ഉത്സവത്തിൽ? അതിൽ രണ്ടുപേരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം അജേഷ് ചങ്ങനാശ്ശേരി ആൻഡ് ജയേഷ് പുല്ലാൻ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് ജോണി ചേട്ടന്റെ മുമ്പിൽ തന്നെ ഇത് ചെയ്യണം എന്നുള്ളത്. എനിക്കിട്ട് എന്റെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. കാട്ടുമൃഗങ്ങളുടെ കാര്യം കഴിഞ്ഞെങ്കിൽ വളർത്തുമൃഗത്തെ കുറിച്ച് ഞാനിത് പറഞ്ഞോട്ടെ. എനിക്ക് ഗ്രാമസഭ കേൾക്കുമ്പോൾ തന്നെ പിടിച്ചുപറിക്കാരെ ഓർമ്മ വരുന്നത്. അതല്ല മോനെ, അങ്ങനെ ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ സഭ വെച്ച് തൊഴിൽക്കൊടുക്കൽ പദ്ധതിയിൽ ഒന്നാമതായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തായിരുന്നു. അന്ന് ഞാൻ നന്ദിയും പറഞ്ഞായിരുന്നു. ആ പേരും കൊണ്ട് പഞ്ചായത്ത് ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുത്തം പറഞ്ഞു, കുറച്ച് കാശ് അങ്ങോട്ട് അടച്ചാലേ അവിടെ നിന്നുള്ളൊക്കെ ഇങ്ങോട്ട് തള്ളി തരത്തുള്ളന്ന്. ഏതാണ്ട് ഒരു പേരും പറഞ്ഞായിരുന്നു. ആ ഗുണഭോക്തൃ വിഹിതം അങ്ങ് അടച്ചു. ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ മുടിഞ്ഞ കഴിവിന് കുടുംബശ്രീ ലോൺ എടുത്ത് തൊഴുത്തിൻ്റെ തറയും കെട്ടി. പഞ്ചായത്ത് ചതിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? ഇന്ന് നിമിഷം വരെ ഒരു 5 കാശ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എൻ്റെ പശു വേണം ചെറിയായിട്ട് നിൽക്കുക. അതിനെ ഞാൻ എവിടെ കെട്ടി കെട്ടും? അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മാറിയേട്ടാ, ഞാൻ അടുത്ത പരിപാടിയൊക്കെ നിർത്തി, ഞാൻ വീട്ടിൽ. അയ്യോ സാർ, അങ്ങനെ പറയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഈ നാട് മുഴുവൻ വളർന്നിട്ടാണ് വരുന്നത്. ഈ പാത്രത്തിലും പോയി എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. മോനെ കൈവിടരുത്. നീ എങ്ങും പോവുകയില്ല. എന്റെ മോളിക്കിട്ടോട് വീണ് കിടക്കുക. നിന്റെ കാല് നല്ലൊരു കൊണ്ടുപോകും. എന്നോട് എന്തൊക്കെയാ ചെയ്തതെന്ന് ചാച്ചൻ അറിയാവോ? ഇനി പോലെ അവന്റെ പ്രായം എന്താണെന്ന് നീ കരുതി വെച്ചേക്കുന്നത്? കരി കാണോന്ന് ചോദിച്ചാൽ അതല്ല, തേങ്ങ ആണോന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരുമാതിരി വിടല പരുവൻ. ഈ പ്രായത്തിൽ അവൻ ഇതല്ല, ഇതിനപ്പുറം പറയും. അവന്റെ കൂടെ അമ്മ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? നീ ആള് മോശമൊന്നുമല്ല. നീ എന്തൊക്കെയാ അമ്മയോട് പറയാറ്? വലിയ വോളിബോൾ കളിക്കാരിയായിട്ട് എങ്കിൽ വിത്തില്ലാന്ന് പറഞ്ഞ് കളിയാക്കാറില്ലേ? നീ ആകെ ഉടഞ്ഞു പോയല്ലോടി. പണ്ടാണ് നിനക്കൊന്നും തരുന്നില്ലേ മോളെ? അയ്യോ, പണ്ടെങ്ങനെന്ന് വേണ്ട, ഇങ്ങനൊന്നും പോയാൽ പറ്റുകയല്ല. നല്ല തടി വെക്കണം. ഞാൻ ഈന്തപ്പഴം അഞ്ചപ്പഴവും അത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. ഞാനും കൂടി തരും, കഴിച്ചേക്കണം. 4 ദിവസം റിസൾട്ട് ഉണ്ടാക്കും. ഇതൊക്കെ എന്ത്? നിനക്ക് കറണ്ട് ബില്ല് അടയ്ക്കണോ? ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്യണോ? ഫോൺ റീചാർജ് ചെയ്യണോ? എന്ത് വേണേ ഇത് നടക്കും. പക്ഷെ നിന്റെ കഥ പറച്ചില്ലേ, അത് നടക്കുമെന്ന് തോന്നില്ല. അത് നീ നേരിട്ട് പറയുന്നതല്ലേ. ആന്റണി 24 മണിക്കൂർ നിന്റെ വീട്ടിൽ തന്നെയല്ലേ? എടാ, ഒന്നില്ലെങ്കിൽ നിന്റെ മോനല്ലേടാ അവൻ. എന്റെ സജി പറഞ്ഞു കേട്ടിടത്തോളം നിന്റെ കൊച്ചിൻ്റെ ഇല്ല കുഴപ്പം മുഴുവൻ. പോലീസിൽ പോയാലും നീയേ കൊടുക്കുള്ളൂ. ഇവരൊരു മർഡറായതുകൊണ്ടേ നിന്റെ കൊച്ചേതായാലും രക്ഷപ്പെട്ടു. പിന്നെ ഇവരെ നീ ചാടി. അത് ഞാൻ ഒരുപാട് നാളായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നായിട്ട് കൂട്ടിക്കോളാം. കുട്ടികളെ പിള്ളേരെ പിടിച്ചോണ്ട് വീട്ടിൽ പോകും. എൻ്റെ സുമേഷിനെ കൊണ്ട് ഈ പെങ്കൊച്ചിനെ കിടക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനത് ആലോചിച്ചാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡായിരുന്നു. സ്വർണ്ണ പണം എന്താ വെച്ചാൽ കൊള്ള എനിക്ക് തന്നേച്ചാൽ മതി. ഒരു പെങ്കൊച്ചിന്റെ കാര്യം വേണ്ട. അല്ലാതെ പിന്നെ കല്യാണത്തിനൊന്ന് കെട്ടുമുടക്കി പെങ്കൊച്ചിനെ പിന്നെ ആര് കെട്ടാനാ? അല്ലേ മോനെ? അവൻ ആരുടെ മോൻ? എന്നെ ലേടി പിന്നെ നിന്നാ കാര്യക്കോ? ഇത് എവിടുന്ന് കിട്ടി? ഞാനത് സാറിനൊരു ഗിഫ്റ്റ്. ഓ, കൊള്ളാലോ. ഈ വിളക്കെനിക്ക് വേണം. നിങ്ങൾ ഈ വിളക്കെനിക്ക് തരണം. ഇത് ഞാനിങ്ങ് എടുക്കുക. ഇതാരെങ്കിലും ഫോട്ടോ എടുത്തോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഞാൻ മലയാളത്തിൽ പറയാം. മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ്. ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ കണ്ടതാ. ഒരുപാട് സന്തോഷം. അതുപോലെ ജാൻകുമാർ സാറിൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് ആ ഓസ്കാർ കിട്ടിയ പോലെ
ഇത്ര സംസാരിക്കുന്ന സ്പേസിൽ എനിക്കറിയാം. എന്നാലും മോനെ മലയാളത്തിൽ വർക്ക് ആയിക്കോളൂ. ഓക്കെ മോനെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരിക്കട്ടെ. ഒരു സെക്കൻഡിലേക്കെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് രണ്ടുപേർ അതിന് ശബ്ദം കൊടുക്കുകയാണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ജോണി ചേട്ടൻ തന്നെയാണ് ആ സ്ക്രീനിൽ നിന്ന് സംസാരിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ രണ്ടുപേരുടെ ടാലന്റിനുള്ള കയ്യടിയായിട്ട് കൊടുക്കണം. ജോണി ചേട്ടാ എന്ത് പറയുന്നു? രണ്ടുപേരും നന്നായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. മോശമെന്നല്ല, ഇദ്ദേഹം തോന്നുന്നു ആദ്യം തുടങ്ങിയത് അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു 5-6 പടം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് നിൽപ്പുണ്ട്. പൈസ കിട്ടാനുണ്ട്. പോയി ഡബ് ചെയ്ത് കളയില്ല. അത് മാത്രം എനിക്ക് നല്ലത്. കാരണം അതുകൊണ്ടൊക്കെ മുന്നോട്ട് പോകേണ്ടത്. അപ്പം എന്തായാലും ഒന്നായിരുന്നു. നമുക്ക് കാണാം. ഓക്കെ. ജോണി ചേട്ടന്റെ ആ മൊമെന്റ് ഉണ്ടല്ലോ, ലൈവ് വോയിസ്, അതായത് സ്റ്റേജിലുള്ള ലൈവ് വോയിസ്, അത് ആ മൊമെന്റ് തന്നെ അടിപൊളിയാണ്. അത് പുള്ളി റീക്രിയേറ്റ് ചെയ്തപ്പോ അത് വേറൊരു ലെവലിലോട്ട് പോയി എന്നുള്ളതാണ്. അതിനും കൂടെ ഒരു ലൈവ് വോയിസ്, നോർമൽ ഡബിംഗ് അല്ല, ദാറ്റ് വാസ് എ ലൈവ് വോയിസ്. താങ്ക് യു ജോണി ചേട്ടാ. താങ്ക്സ് എ ലോട്ട്. അജേഷ്, ജയേഷ് രണ്ടുപേരും പൊളിച്ചടുക്കി. താങ്ക് യു. അടുത്ത കാറ്റഗറി, നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് മദർ മൂവി കൊടുക്കണമല്ലോ. അമ്മ കഥാപാത്രങ്ങൾ ഇത്രയും തന്മയത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരാളെ ഈ വേദിയിൽ ആദരിക്കാനുള്ള ശ്രമമാണ്. അപ്പോ ആദരിക്കാനായിട്ട് ഇന്ന് അത് അനൗൺസ് ചെയ്യാനായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, മലയാളത്തിൽ യുണീക്ക് ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കണമെങ്കിൽ ഈ ഒരു പേരിലേക്കായിരിക്കും ഏതൊരു സംവിധായകനും പോവുക. നമുക്ക് ഇദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് വേറൊരു ടെംപ്ലേറ്റ് ഇല്ല, അതുപോലെ ചെയ്യാനേ. അതെ, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത അത് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നതും. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ. ലെറ്റ്സ് വെൽക്കം മനോജ് കെ ജയൻ. അവാർഡ് പ്രഖ്യാപിക്കാനുള്ള സമയമാണ് മനോട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഈ പേര് അനൗൺസ് ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഞാൻ എക്കാലത്തും സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി, മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ on stage. Congratulations. ഏത് കഥാപാത്രവും ആ മല്ലിക ടച്ചോടുകൂടി ചെയ്യുന്ന മല്ലിക സുകുമാരൻ. നമുക്കറിയാം, ഫ്ലവേഴ്സ് ഫാമിലിയിലെ അംഗവും കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. മാത്രല്ല കൊച്ചു കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരുപോലെ സ്നേഹാണ്. എന്റെ മോളൊക്കെ എന്ത് സന്തോഷത്തിലാ പറയുന്നതെന്നറിയോ?
സീരിയസ്ലി, അതായത് കുട്ടികൾക്ക് പോലും അത്ര ഇഷ്ടമാണ്. ഈ ജനറേഷനും അതുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഒരുപാട് സന്തോഷം ഈ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ. നമുക്ക് പലപ്പോഴും മല്ലികാന്റി ഉണ്ട് എന്നുള്ള പേരിൽ മാത്രം ചിലത് കാണാറ് പോലും ഉണ്ട് എന്നുള്ളത് വേണം വാസ്തവം പറയാനായിട്ട്. അത്രയും കണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നടിയാണ്. അപ്പൊ അമ്മ കഥാപാത്രങ്ങൾ ഏറ്റവും മികച്ച കഥാപാത്രം അവതരിപ്പിച്ചതിന് മല്ലിക സുകുമാരനാണ് അവാർഡ്. ആൻഡ് മനോജ് ചേട്ടാ, പ്ലീസ് ഡു ദി ഓണേഴ്സ് ഓഫ് പ്രസന്റിംഗ് ഹർ with the award. And the citation. About Maliji. എനിക്ക് ആദ്യം പറയേണ്ട സുഖേട്ടനെ കുറിച്ചാണ്. സുഖേട്ടൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തുകയാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ 98 സുഖേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ച ശിബിരം എന്ന സിനിമയിൽ ഞാനാണ് നായകൻ. അതിലെൻ്റെ അച്ഛനായിട്ടാണ് സുഖേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ചത്. അത് ഞാൻ രാജുവിനോട് എപ്പോഴും പറയും. അപ്പം രാജു എന്നോട് പറയും, ചേട്ടന് ഓർമ്മയുണ്ടോ അച്ഛൻ അവസാനമായി സംവിധാനം ചെയ്യായിരുന്ന സിനിമയിലെ നായകൻ ചേട്ടനായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങളുടെ ആ തീന്മേശയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുതിയ ചിത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സുഖേട്ടൻ പറയും, അടുത്ത ഞാൻ മനോജ് കെ ജയൻ വെച്ചൊരു പടം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ ചേച്ചി? അന്ന് ചേച്ചി പറ, ബാക്കി ചേച്ചി പറയട്ടെ. എന്ത് പറയാൻ, ഒരു താരതമ്യപ്പെടുത്താനൊക്കാത്ത മലയാള സിനിമയിലെ മഹാരഥന്മാർ ഒരുപാട് പേര് അണിനിരന്ന ഒരു സദസ്സാണ്. ശ്രീ ജഗതി മുതൽ ശ്രീനിയേട്ടൻ മുതൽ ലാൽ ജോസ് മുതൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തെ സത്യമാണ്, ഈ പറഞ്ഞ പോലെ സിനിമയും സീരിയലും അത്യാവശ്യം ഇൻ്റർവ്യൂസ് കണ്ടിട്ട് കുറേ പെണ്ണുങ്ങൾ ചേച്ചിക്ക് ആരാധകരുണ്ടെന്നും പറഞ്ഞ് ചില ഗവൺമെൻറ് പദ്ധതികളിലും ഒക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ പ്രായാധിക്യം അറിയാമല്ലോ, ഈ യാത്ര തിരുവനന്തപുരം കൊച്ചി കുറച്ച് കട്ടിയ. ഇപ്പം ഇന്നലെ ഇതിന് വന്നു, 2 ദിവസത്തേക്കൊന്ന് പോകണം. വീണ്ടും ഞാൻ 2 പടങ്ങൾക്കായിട്ട് തന്നെ എറണാകുളം വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഫ്ലവേഴ്സ് TV എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോ പറഞ്ഞു, കൊച്ചനിയൻ ശ്രീകണ്ഠൻ നായരെന്നാണ് ഞാനും വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ തമ്മിൽ അതിൽ പങ്കെടുത്തൊരു ആളും കൂടിയാണ് ഞാൻ. അന്ന് അദ്ദേഹം ഇവിടെ എല്ലാ ഓർമ്മ ചാനൽ അറിയാമല്ലോ, അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു സ്നേഹബന്ധം. പിന്നെ ഞാൻ ഈ ചാനലിന് വേണ്ടി കൂടത്തായി. ഇപ്പം വന്നു എൻ്റെ പേര് മാറി. ഇപ്പം ഇന്നിവിടെ വന്ന് കയറിയപ്പോഴും ഒരു ഇത്രയുള്ളൊരു കുഞ്ഞു നേണ്ട സുഹാസിനിയമ്മ വരുന്നതായി. അപ്പം ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ പേരിതാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. എന്ത് പറയാൻ, ഈ പ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ അംഗീകാരങ്ങൾ എപ്പോഴും നമുക്കൊരു പ്രോത്സാഹനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അംഗീകാരം കിട്ടുക, അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ നമ്മളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഈശ്വരാധീനം തന്നെയാണ്. ഞാൻ എൻ്റെ 2 മക്കൾക്കും ഇത് 2 പേരും ഓരോ സ്ഥലങ്ങളിലാണ്. ഒരാൾ വന്നു ഇന്ന്, പിന്നെ പൃഥ്വി ലണ്ടനിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ അറിയിക്കുമ്പോഴും അവർ കളിയാക്കാറുണ്ട്. ഇപ്പം ഞങ്ങളെ കടയിൽ തിരക്കാൻ അമ്മയ്ക്കാന്ന്. അതൊന്നുമല്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഈ ഓട്ടവും യാത്രയൊക്കെ കുറയ്ക്കേണ്ട പ്രായമാണെന്ന് അറിയാം. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം മുതൽ ഉത്തരായനം മുതൽ ഇങ്ങോട്ടുള്ള യാത്ര, അവാർഡുകൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പത്തിലേ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി, ജോർജ് സാറിൻ്റെ സ്വപ്നാടനം എന്ന ചിത്രത്തിൽ. അപ്പോൾ അവിടെ മുതലുള്ള യാത്ര നോക്കുമ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ ദൃശ്യമാധ്യമം പെട്ടെന്ന് ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആര് വിളിച്ചാലും സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി. അടുത്ത കാലത്താണ് ഈ കുറച്ചൊരു ക്ലാഷസ് വരുന്നത്. മറ്റേ വലിയ പണിയൊന്നുമില്ല, അതൊക്കെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു പണ്ട്. ഏതായാലും ഒരു അവാർഡ് ലഭിച്ചതിൽ ഫ്ലവേഴ്സ് TVയോട് ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം
ഈ നിൽക്കുന്ന ആള് പറഞ്ഞത് ഓരോന്നും സത്യമാണ്. അച്ഛനായിരുന്നു ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധികമാരാണ്. കണ്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മിടുക്കനായിട്ട് മകനും വന്നു. അതങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം. ടൊവിനോയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം. കാരണം ഞാൻ ലൂസിഫർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ രാജുവിനോട് രാജു എന്ത് രസമായിരുന്നു ടൊവിനോ അതിൽ. അയ്യോ അമ്മനെന്തോ വിചാരിച്ചെന്നൊക്കെ ചോദിച്ചോണ്ട് അവനിങ്ങനെ ഒരു അരമണിക്കൂർ ടൊവിനോയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇനിയിപ്പോ അടുത്ത എമ്പുരാൻ വരുമ്പോഴും അദ്ദേഹം അവിടെ കാണും. ഏതായാലും ഇതാണ് എനിക്ക് കുറച്ച് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ചുമ, കുറച്ച് കാലുവേദന, ഇതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ പ്രായത്തിന്റെ കൂടെ അങ്ങ് പോകും. മല്ലികാൻ്റെ ഇപ്പോഴും കൊല്ല. ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആ സമയത്ത് രാജുവിനെയും ഇന്ദ്രനെയൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ അവിടെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് മല്ലികാറ്റി തിരിച്ചു വരികയാണ്. കൂടെ വന്നത് ആരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് നെൽസൺ മണ്ടേലയുടെ ഭാര്യ വിന്നി മണ്ടേല കൂടെ വന്നു അല്ലേ? സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കുക, കൂടെ വന്നിട്ടുണ്ട് ഒരാള്, ഇത് അവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. വിന്നി മണ്ടേലയാണ്. അല്ലെ, എന്നോടന്ന് മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനനായ ശ്രീ കെ നായനാർ ചോദിച്ചു ഇത് എവിടുന്ന് തപ്പിയെടുത്തു. കാരണം അന്ന് മണ്ടേലയ്ക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം അത് വാങ്ങാൻ പോലും ഈ സ്ത്രീയെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഡൽഹിയിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുന്നു, ഇവരെ ആരാണ് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് കൊണ്ടുപോയത്? സാധനങ്ങളൊക്കെ മാറ്റി. ഞാൻ പറഞ്ഞു അതിന്റെ ഉത്തരം അവര് പറയണം, ഞാനല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഏതായാലും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം.